3.5 കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ചിരുന്നൊരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് തിരിച്ചു വരാൻ നേരത്ത് നാട്ടിലുള്ള വാപ്പാക്കും ഉമ്മാക്കും ഭാര്യക്കും തന്റെ മക്കൾക്കും കത്തെഴുതിയിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും എന്നെ കൂട്ടാൻ വേണ്ടി വരണം. 3.5 കൊല്ലത്തെ വിരഹം നെഞ്ചിലൊളിപ്പിച്ച ഭാര്യ, 4 വയസ്സുള്ള മൂത്ത മകൻ, അതല്ലെങ്കിൽ തന്റെ ആൺകുട്ടി, പിന്നീട് ജനിച്ച തന്റെ മറ്റൊരു മകൻ, വൃദ്ധനായ വാപ്പ, ഉമ്മ, എല്ലാവരും കൂടി പുലർച്ചെ 4 മണിക്ക് തന്നെ കരിപ്പൂർ എയർപോർട്ടിലെത്തി. വിമാനം ലാൻഡ് ചെയ്തപ്പം എല്ലാവരും പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് കണ്ട് ആ ചെറുപ്പക്കാരനും അടുത്തുള്ള ചെറുപ്പക്കാരനോട് ചോദിച്ചു, നമ്മൾ കരിപ്പൂരെത്തിയില്ലേ? ആ എത്തി, അൽഹംദുലില്ലാ എന്നും പറഞ്ഞ ആ ചെറുപ്പക്കാരൻ പിന്നിലേക്ക് ചാരിക്കടന്നു. ആ വിമാനത്തിലുള്ള 164 യാത്രക്കാരും പുറത്തേക്കായി. എന്നിട്ടും ഈ ചെറുപ്പക്കാരൻ ആ സീറ്റിൽ തന്നെ ചാരിക്കടക്കുന്നു. ആ ചെറുപ്പക്കാരനെ തട്ടിയുണർത്താൻ വന്ന ആ ഫ്ലൈറ്റിലുള്ള ജോലിക്കാര് പിന്നീട് പറയുന്നതും ചെയ്യുന്നതും വെപ്രാളത്തിലാണ്. ഇതൊന്നും അറിയാതെ പുറത്ത് കാത്തിരിക്കുന്ന വാപ്പാന്റെയും ഭാര്യയുടെയും മുൻപിലേക്കൊരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വന്നു. അത് പിൻഭാഗം അതിന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ആരെയോ ഒരു സ്ട്രെച്ചറിൽ കിടത്തിയ ആംബുലൻസിൽ കയറി സൈറൺ മുടക്കി പരക്കം പായുമ്പോ പോലും ആ പുറത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിരഹത്തിന്റെ സങ്കടം അനുഭവിക്കുന്ന ആ പെണ്ണിന് അറിയില്ല ആ ആംബുലൻസിലുള്ളത് എന്റെ പ്രിയതമനാണെന്ന്. ആ വാപ്പക്കറിയില്ല എന്റെ മകന്റെ അവസാനത്തെ പെടച്ചിലോടെ ആ ആംബുലൻസ് ചീറിപ്പായുന്നതെന്ന്. മിനിറ്റുകൾ കഴിഞ്ഞിട്ടും മകനെ കാണാതായപ്പം പിന്നീട് വിവരമറിഞ്ഞ ചില ആളുകളും കുടുംബക്കാരും ആ കുടുംബത്തെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. പ്രതീക്ഷയോടെ കാത്തിരുന്ന മകനെ പിന്നീട് കൊണ്ടോട്ടി ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നത് തലഭാഗം പുതച്ചിരിക്കുന്ന ഒരു വെള്ള തുണിയോടുകൂടിയാ. 3.5 കൊല്ലത്തെ സങ്കടം നെഞ്ചിൽ ഒതുക്കി ആ കുടുംബം കാത്തിരിക്കുമ്പം വീട്ടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവച്ച മകന്റെ മയ്യത്തിന്റെ മുൻപിൽ എങ്ങനെ കരയണമെന്ന് പോലും അറിയാതൊരു വാപ്പയും ഉമ്മയും, കരഞ്ഞിട്ടും കരഞ്ഞിട്ടും കണ്ണുനീര് തോരാത്തൊരു ഭാര്യയും ഇന്നും ഈ ലോകത്തുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മരണം അത്ര അടുത്തെന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെ മരണത്തെപ്പറ്റി? എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് ഇരുന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഉമ്മത്തിനോട് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു വാക്കുണ്ട്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ മരണത്തെപ്പറ്റി ചിന്തിക്കണം. ഈ കാണുന്ന നശ്വരമായ ലോകത്ത് പടച്ച റബ്ബ് നിശ്ചയിച്ച 10, 60, 70 കൊല്ലം അത്രേ ഉള്ളൂ. ഞാൻ വന്നപ്പം ഈ ലോകത്തുള്ള പലതും ഇന്നും ഈ ലോകത്തുണ്ട്, ഒരുപക്ഷെ നാളെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഞാൻ വസിക്കുന്ന പറമ്പ് മുൻകാലഘട്ടത്തിൽ ഏതോ ഒരുത്തൻ്റെതാ നാളെ എന്റേതായിക്കൊള്ളണമെന്നില്ല. ഉമ്മാരെ, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ, ആഭരണങ്ങൾ ഇന്നലെ മറ്റാരുടെയോ കഴുത്തിൽ കടന്നത് ഉമ്മ മരിച്ചപ്പം ആ ഉമ്മാന്റെ ആഭരണം ഊരി മുക്കത്തെ ഏതെങ്കിലും ജ്വല്ലറിയിൽ കൊണ്ടു കൊടുത്ത് ആ ജ്വല്ലറിക്കാരൻ അതൊന്ന് തീയിലിട്ട് വിളക്കി മാറ്റി പുതിയ ഡിസൈനിൽ നിങ്ങൾക്ക് തന്നു എന്നുള്ളതല്ലാതെ ഒരു കാത്തരി മണ്ണോ കാത്തരി പൊന്നോ ഈ ദുനിയാവെന്ന് ഒരാൾക്കും ഇക്കാലം വരെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ആ മരണം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുമ്പം നമ്മളെ കയ്യിൽ തിരിച്ചുള്ള യാത്രയ്ക്ക് എന്തുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ കാണുന്ന തിരക്കും നമ്മളെ മരണത്തെ പറ്റിയൊന്ന് ആലോചിച്ചു നോക്കൂ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിക്കുന്ന അൾട്ടിമേറ്റ് ഹീറോ. ഇന്ത്യക്കൊരു രാജാധികാരം കിട്ടുമായിരുന്നെങ്കിൽ ആ ഉമറിനെ പോലെയുള്ള ഒരു ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ലോകത്തെ പഠിപ്പിച്ച ഗാന്ധിജി സർട്ടിഫിക്കറ്റ് കൊടുത്ത അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിന്റെ തൊട്ടു മുൻപ് മദീനത്ത് പള്ളിയിലിരുന്ന് കരയുന്ന ഒരു രംഗമുണ്ട്. മുഴുവൻ സഹാബാക്കളും ഉമറിന്റെ കരച്ചിൽ കണ്ട് പിൻഭാഗത്ത് കൂടി നിന്നു. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ചെന്ന് ചോദിക്കാൻ അവർക്ക് പലർക്കും പേടിയാ. കരയുന്ന ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്ന് സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സഹാബത്തെ, എനിക്ക് പേടി തോന്നുന്നു. സഹാബാക്കൾ ചോദിച്ച്, എന്തിന് ഉമർ? നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം അല്ല എനിക്ക് തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു സഹാബത്തെ. അത് പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹു
പിന്നെ ആ സമുദായത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, അയ്യുഹന്നാസ്, ജനങ്ങളെ, സർവ ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്ന മരണം, അത് നിങ്ങൾ ഇടക്കിടക്കൊന്ന് ഓർക്കണം. നിങ്ങളൊന്ന് ചിന്തിക്കണം സ്വന്തം മരണത്തെപ്പറ്റി. ഈ കാണുന്ന തിരക്കും വെപ്രാളവും എല്ലാം ഉപേക്ഷിച്ച് നീണ്ടു നിവർന്ന് കിടക്കുന്ന നമ്മളുടെ മരണമെന്ന യാഥാർത്ഥ്യം. അള്ളാഹു പറഞ്ഞയച്ച മലക്കുൽ മൗത്ത് നമ്മളെ ആത്മാവിനെയും പിടിച്ച് തിരിച്ചു പോകുമ്പോൾ ആ ആത്മാവിനെ പിന്തുടരുന്ന നമ്മളെ കണ്ണുകൾ പിന്നോട്ട് മറയും. ആ മറയുന്ന കണ്ണുകൾ കാണുന്നവർക്ക് ഭയമുണ്ടാക്കും. ഈ കാണുന്ന മുഖത്തിന്റെ പവറ്, ആ കണ്ണിന്റെ നടുവിൽ, വെളുപ്പിന്റെ നടുവിൽ ആ വൃത്താകൃതിയിൽ കാണുന്ന കൃഷ്ണമണിയുടെ ഭംഗിയ, ആ കൃഷ്ണമണി ഒരൽപ്പം ചെറുതായി പോയാൽ, ഒരു വെളുത്ത കണ്ണിന്റെ ഉള്ളിൽ കറുത്ത പുള്ളി മാത്രമാണെങ്കിൽ നമ്മുടെ മുഖം വിരൂപമാകും. മറ്റൊരാൾക്ക് നോക്കാൻ പേടി തോന്നും. ഇനി ആ കറുത്ത പുള്ളി ഇല്ലാതെ വെറും വെളുപ്പാണെങ്കിലോ ഒരിക്കൽ നോക്കുന്ന ഒരാൾക്ക് പിന്നീട് ഒരിക്കൽ പോലും ആ മുഖത്തേക്ക് നോക്കാൻ തോന്നൂല. പക്ഷേ ഇത്രയും ഭംഗിയിൽ പടച്ച റബ്ബ് സൃഷ്ടിച്ച ആ കണ്ണുകൾ അള്ളാഹുവിന്റെ മലക്കുകളെയും ആത്മാവിനെയും പിന്തുടരുമ്പം പിന്നോട്ട് മറഞ്ഞു പോകും. ആ സമയത്ത് അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, അടുത്തുള്ളവർ വേഗം മരിച്ചവന്റെ കണ്ണടച്ചു കളയണം, കാണുന്നവർക്ക് ഭയമുണ്ടാകാതിരിക്കാൻ. നമ്മളെ കണ്ണടച്ചവർ പിന്നീട് ശ്രദ്ധിക്കുന്നത് നമ്മളെ വാ തുറന്നു കിടക്കുന്നുണ്ടോന്നാ. ഒട്ടിപ്പിടിച്ച നാവും വറ്റിപ്പോയ ചുണ്ടും ഉണങ്ങിപ്പോയ മുഖവും കാണുന്നവർക്ക് ഭയമുണ്ടാക്കാതിരിക്കാൻ വേഗം ഒരു ശീലക്കഷണം കൊണ്ട് നമ്മളെ താടിയെല്ലു കൂട്ടിക്കെട്ടും. തണുത്തുറഞ്ഞു പോകുന്ന കാലിന്റെ തള്ളവിരലുകളും തുടയും 3 കഫം പടവകൾക്കുള്ളിലേക്ക് കിട്ടാതായി പോകുമോ എന്ന വെപ്രാളം കൊണ്ട് ആദ്യമേ 2 തള്ളവിരലുകൾ പിടിച്ച് കെട്ടിയിടും. ശേഷം ആ വീട്ടിനോ സിറ്റൌട്ടിലോ ഡൈനിങ് ഹാളിലോ കിട്ടാവുന്നൊരു ചെറിയ കട്ടിലിൽ എന്നെയും നിങ്ങളെയും കിടത്തും. ഞാൻ മോഹിച്ചു വാങ്ങിയ 5 അടി തേക്കിന്റെ കട്ടിൽ എന്റെ ബെഡ്റൂമിലുണ്ടെങ്കിലും, ഞാൻ എന്റെ ഭാര്യന്റെ കൂടെ ആസ്വദിച്ചു കിടന്ന വീട്ടിയുടെ തേക്കിന്റെ കട്ടിൽ എന്റെ റൂമിലുണ്ടെങ്കിലും, ലോകത്തൊരു ബെഡ്റൂമിൽ നിന്നും ആ ഭാരിച്ച 5ഉം 6 അടിയുമുള്ള കട്ടിൽ വലിച്ചോണ്ട് വരൂല. വല്യപ്പയുള്ള കാലഘട്ടത്തിൽ കാരണവന്മാർ ഉപയോഗിച്ചുപേക്ഷിച്ച് ഇപ്പോഴും ഏതോ വറകുപുരയിൽ കിടക്കുന്ന ചെറിയ 3 അടി കട്ടിലെടുത്ത് വെള്ളം പാർന്ന് അതിന്റെ മേലെ ഒരു പായയും വിരിച്ച് വീട്ടിന്റെ സിറ്റൌട്ടിൽ ഡൈനിങ് ഹാളിൽ നമ്മളെ കിടത്തും. ഈ ലോകത്തുള്ള സർവ്വ അവകാശങ്ങളും നിലച്ച് ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ ആ വിരിപ്പിന്റെ മുകളിൽ കിടക്കും. പിന്നീട് ആ മയ്യത്തിനെ കാണാൻ വരുന്ന ആളുകളുടെ ബഹളത്തിനിടയിൽ നമ്മളെ വീട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഒന്ന് ചിന്തിച്ചു നോക്കി. മരിച്ചൊരു 10 മിനിറ്റോ 15 മിനിറ്റോ കഴിയുമ്പോഴേക്കും ആ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? മയ്യത്തങ്ങനെ കിടത്തിയിട്ടുണ്ടാകും. ഭാര്യ അലമുറയിട്ട് അകത്ത് പോയി കട്ടിൽ കിടന്ന് കരയുന്നുണ്ടാകും. നിങ്ങൾ ഇന്നെ വിട്ടുപോയി, ഇന്നേം കൂടി ഇങ്ങക്ക് കൊണ്ടുപോയിക്കൂടായിരുന്നോ എന്നുമ്മാര് കരയും. വിവരം കേട്ടുവരുന്ന പെൺമക്കൾ ഓരോരുത്തരും വാപ്പാന്റെ മയ്യത്ത് നോക്കി കണ്ണീരൊലിപ്പിച്ച് ഉമ്മാന്റെ അടുത്ത് പോയി കിടക്കും. ആൺമക്കൾ ഓരോരുത്തരും വാപ്പാന്റെ തലക്കും ഭാഗത്ത് കണ്ണീര് തുടച്ചിരിക്കും. നാട്ടിലുള്ള സർവമാന മനുഷ്യരും ആ മയ്യത്ത് കാണാൻ ആ വീട്ടിലേക്ക് കയറി വരും. ഓരോരുത്തരും മയ്യത്ത് കണ്ട് മാറി നിൽക്കാൻ ഒരുങ്ങുമ്പം ആ നാട്ടിലെ പള്ളിക്കമ്മിറ്റിയിൽപ്പെട്ട 4-5 ആളോ നാട്ടിലെ ചെറുപ്പക്കാരോ വാടകക്കെടുത്തൊരു ഓട്ടോറിക്ഷയിൽ 5-6 താറപ്പായയും 19 കസേരയും ഈ മുറ്റത്ത് കൊണ്ടിടും. പിന്നെ ആ മരിച്ച വീട്ടിൽ നമ്മൾ കേൾക്കുന്നതെന്താ? താറപ്പായകൾ വലിച്ചു കെട്ടും ഒരുത്തം പറയും, ആ തെങ്ങുമക്ക് കെട്ടിക്കോ, ഒന്നാ പ്ലാവുമക്ക് കെട്ടിക്കോ, ഒന്നാ മനുഷ്യന്റെ ആ ഒരു ശീമക്കൊന്നയിലേക്ക് കെട്ടിക്കോ. ആ ശബ്ദം മാത്രമേ നമ്മളെ വീട്ടിലുണ്ടാകൂ. ഇടയ്ക്കിടയ്ക്കകത്ത് നേങ്ങലടിക്കുന്ന ഭാര്യന്റെ മക്കളെ കരച്ചിൽ, പുറമെ കേൾക്കുന്നത് ആ താറപ്പായ കെട്ടുന്നവരുടെ തിരക്ക്. പിന്നീട് ആ കസേര നിരത്തിയിടും. ഓരോരുത്തരും കണ്ട് മയ്യത്ത് കണ്ട് ആ കസേരയിലേക്കിരിക്കും. ഇന്നലെ കണ്ടവൻ പരിഭവം പറയും, ഇന്നലെ ഞാൻ സൗത്ത് കൊടിയത്തൂര് വെച്ച് കണ്ടതാ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആ കല്യാണപ്പുരയിൽ ഒരേ മേശമ്മിലിരുന്ന് തമാശ പറഞ്ഞു തിന്നതാ, ഇന്നലെയും കൂടി ഖുർആൻ ക്ലാസ്സിന് ഞാൻ ഓളപ്പരം പോയതാ. ഓരോരുത്തരും പരിഭവങ്ങളും സങ്കടങ്ങളും നെഞ്ചുപൊട്ടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ആ മയ്യത്തെടുത്ത ആളുകൾ മറക്കുള്ളിൽ കൊണ്ടുപോകും. അന്നുവരെ ഒറ്റക്ക് കുളിച്ച നമ്മളെ കുടുംബക്കാര് കുളിപ്പിക്കും, മക്കൾ കുളിപ്പിക്കും. അന്നുവരെ ഒറ്റക്ക് വിസർജ്യം ബാത്റൂമിൽ ടോയ്ലറ്റിൽ കളഞ്ഞ നമ്മളുടെ വയറ് നമ്മൾ ആൺമക്കളോ അല്ലെങ്കിൽ ഉമ്മാന്റത് പെൺമക്കളോ ഇടത്തെ കൈയിൽ ശീല ചുറ്റി ഉമ്മാന്റെ വയറമർത്തി വിസർജിപ്പിക്കും. അറപ്പും വെറുപ്പുമില്ലാതെ വിസർജ്യം വാരിക്കളഞ്ഞ് വൃത്തിയായി കുളിപ്പിക്കും. ശേഷം ആ പള്ളിയുടെ 1-ാമത്തെ സെഫിൽ കൊണ്ടുവച്ച് നാട്ടിലെ മുഴുവൻ ആളുകളും നമ്മളെ മയ്യത്തിന്റെ പിന്നാലെ നിന്ന്
അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് യാത്രയപ്പുന്ന നമസ്കാരം അത് നിർവഹിച്ചു കൊടുക്കും. പിന്നീട് ആ മയ്യത്തുമെടുത്ത് 6 അടി മണ്ണിന്റെ അടിയിലേക്ക് ചെല്ലും. കുഴിക്കപ്പെട്ട 6 അടി മണ്ണിലേക്ക് അത് ചേർത്ത് കടത്തും. അതിന്റെ മേലെ സ്ലേവിടും. ഒരു മണ്ണിന്റെ തരി പോലും ആ മയ്യത്തിന്റെ മേലെ വീഴാതിരിക്കാൻ ആ സ്ലേവിന്റെ ഏതൊക്കെ ദ്വാരങ്ങളുണ്ടോ സർവ്വദ്വാരങ്ങളും ഇലകളെ കൊണ്ടും പേപ്പറുകളെ കൊണ്ടും അടച്ചു കളയും. എന്നിട്ട് ആ കബറിൽ നിന്നും മുകളിലേക്ക് കയറിയവൻ മണ്ണിടാൻ വേണ്ടി ആളുകൾക്ക് കണ്ണോണ്ടാങ്യം കൊടുക്കുമ്പം കുനിഞ്ഞിരുന്ന് കുടുംബക്കാരും ബന്ധക്കാരും നാട്ടുകാരും 3 പിടി മണ്ണ് നമ്മളെ മയ്യത്തിന്റെ കബറിന്റെ മുകളിലേക്ക് ഇട്ടു തുടങ്ങുമ്പം മയ്യത്തിന്റെ തലഭാഗത്തോ മധ്യഭാഗത്തോ കാൽഭാഗത്തോ നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ആ കബറിന്റെ അരികിലേക്ക് ഒരൽപ്പം ചേർന്ന് നിന്ന് നമുക്ക് നൽകുന്ന അവസാനത്തെ യാത്രയെ ഏറ്റവും ഭംഗിയായി ചൊല്ലിത്തുടങ്ങും. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ നിന്റെ ഉമ്മയാ, ഇന്നലെ വരെ തോളപ്പിച്ച് മടമ്പപ്പിച്ച് നമസ്കരിച്ചിരുന്ന നാട്ടുകാരനാ, ഇന്നലെ വരെ എനിക്ക് ചോറ് വിളമ്പി തന്നെന്റെ പ്രിയതമയാ, ഇന്നലെ വരെ എന്നോട് നെഞ്ചോട് ആശ്വസിപ്പിച്ച എന്റെ കുടുംബമാ, എന്റെ ബന്ധുവാ. അതുകൊണ്ട് റബ്ബേ സബ്ബിതുഹു ഇൻദ സുആൽ, നിന്റെ അരികിലേക്ക് വരുന്ന ഈ ആത്മാവിന് ഒരു ധൈര്യം നീ കൊടുക്കണേ റബ്ബേ നിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ. കാരണം തറവാട് കൊണ്ടും പണം കൊണ്ടും അധികാരം കൊണ്ടും ദുനിയാവിലെ പവറുള്ളൂ. നമ്മളെ പത്രാസ് കൊണ്ട് ദുനിയാവിലെ പവറുള്ളൂ. 6 അടി മണ്ണിൽ ഒരു മനുഷ്യൻ അള്ളാന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ സബ്ബിതുഹു ഇൻദ സുആൽ, പടച്ച റബ്ബിന്റെ ശക്തി, അവന്റെ കഴിവുണ്ടാവണം, റബ്ബിന്റെ കാരുണ്യം ഉണ്ടാവണം. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, റബ്ബേ ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ ഒരു മയ്യത്തിന് ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ. 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് കബറാളികൾ മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് ആകാശത്ത് നിന്ന് മലക്കുകൾ വരും, കബറാളിയെ തട്ടിവിളിക്കും. ഞെട്ടി എഴുന്നേറ്റവൻ കബറിന്റെ ഭിത്തിയിലേക്ക് ചാരിയിരിക്കും. ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കടന്നു വന്ന മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം മൻ റബ്ബുക, മാ ദീനുക, മാ ഹാദർ റസൂൽ, മാ ഹാദൽ കിതാബ്. 4 ചോദ്യങ്ങൾക്ക് മുൻപിലും ഉത്തരം കിട്ടാതെ വെപ്രാളപ്പെട്ട് തപ്പിത്തടയുമ്പം ഏയാൻ ആകാശത്തിൽ നിന്ന് പടച്ച റബ്ബിന്റെ കൽപ്പന വരും, കദിപ്ത കള്ളനാണവൻ, അതുകൊണ്ട് നരകത്തിന്റെ ഒരു കവാടം നിങ്ങൾ ആ കബറിലേക്ക് തുറന്നു കൊടുക്കണം എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ വാപ്പാനെങ്ങി പെടുത്തല്ലേ റബ്ബേ, ഈ ഉമ്മാനെങ്ങി പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നീ ചോദിക്കുന്ന ചോദ്യത്തിന് ഓരോന്നിനും കൃത്യമായി റബ്ബി അല്ലാഹ് റസൂൽ എന്ന് ചോദിക്കുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹ് ഇങ്ങനെ ഉത്തരം പറയാനുള്ള കഴിവിങ്ങി കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും അല്ല കബറിന്റെ 2 ഭാഗം കൂടി അങ്ങോട്ട് ഇടുക്കിക്കളയും. അള്ളാന്റെ ഒരു നടയടിയാണത്. അതറിയിച്ചിട്ടല്ലാതെ ഒരാളെയും പടച്ചോൻ കബറിൽ വിട്ടേക്കൂലാന്നാ. മദീനത്തെ മിമ്പറിൽ വെച്ച് ലോകത്തിന്റെ ഹബീബായ തങ്ങൾ ഇത് പറയുമ്പം അള്ളാന്റെ റസൂലുള്ളാന്റെ കണ്ണു നിറഞ്ഞു, ചുണ്ടു വിതുമ്പി, മുഖമാവ ചുവക്കാൻ തുടങ്ങി. സഹാബാക്കൾ അത്ഭുതത്തോടെ മിമ്പറിന്റെ മുകളിലേക്ക് നോക്കുമ്പം കണ്ട കാഴ്ച, 2 കൈകളും കോർത്ത് പിടിച്ച് അള്ളാന്റെ ഹബീബ് കണ്ണുനീരോടെ പറഞ്ഞു, സഹാബത്തെ ഇതുപോലെ നിങ്ങൾ കബറ് കിടക്കുമ്പം പടച്ചറബ് ഇടുക്കിക്കളയും. അന്ന് നിങ്ങളെ വാരിയല് 2ഉം കൂടി ഇതുപോലെ ഇറങ്ങിപ്പോകും. ആ വേദന കൊണ്ട് അവന് കരയും. ആ കരച്ചിലെങ്ങാനും കബറിന്റെ മുകളിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ കെട്ടിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നെ ഒരു മയ്യത്തുമായിട്ടോ കബറിലേക്ക് മറമാടാൻ പോവില്ല. അതുകൊണ്ട് അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, പടച്ചോനെ ആ കബറിലുള്ള സങ്കടം അതിങ്ങി നീക്കിക്കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്, അല്ലാഹുവേ എല്ലാ പാപങ്ങളും പൊറുത്ത് നിർഭയത്വത്തിന്റെ ഒരു കവാടം, സ്വർഗത്തിന്റെ ഒരു കവാടം അത് ഈ തുറന്നു കൊടുക്കണേ പടച്ചോനെ എന്ന് 10-15 മിനിറ്റ് നേരം എല്ലാവരും മടങ്ങിപ്പോകും. പിന്നെ ആരാ മനുഷ്യരെ എന്തെങ്കിലും കബറും പുറത്ത് വരിക? പിന്നെ ആരാ കബറും പുറത്തേക്ക് പോയത്? കൊടിയത്തൂരും നന്മണ്ടയും സൗത്ത് കൊടിയത്തൂരും ചെറുവാടിയും അപ്രതീക്ഷിതമായ മരണത്തിന്റെ നിരവധി വിറങ്ങലിച്ച കാഴ്ചകൾ കണ്ട് മയ്യത്ത് കണ്ടുപോന്ന മുഅ്മിനീങ്ങളെ, പിന്നെ ആരാ ആ കബറിന്റെ അടുത്തേക്കൊന്ന് പോകാറുള്ളത്? ഏത് വക്തിനാ ആ മയ്യത്തിനെ പറ്റി ഒന്ന് ചിന്തിക്കാറുള്ളത്? ആ കബറിൽ കിടക്കുന്നവൻ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ പറ്റി ആലോചിക്കാറുണ്ടോ?
ഇനി ആ മയ്യത്തിന്റെ ശേഷം നമ്മളെ വീട്ടിൽ നടക്കുന്ന എന്തായിരിക്കും? നിങ്ങൾ വരുന്ന രണ്ടാമത്തെ ദിവസം മരിച്ച് നമ്മളെ വീട്ടിക്ക് വന്നു നോക്കുമ്പം ആ വീട് പുറമെ ഹാപ്പയ, അകത്ത് സങ്കടം ഉണ്ടെങ്കിലും പെണ്ണുങ്ങളെ എഴുന്നേറ്റിട്ടില്ല, ഭാര്യമ്മ സങ്കടം തീർന്നിട്ടില്ല. പെൺകുട്ടികളൊക്കെ മക്കളെ വിചാരിച്ചിട്ട് അടുക്കളയിൽ ചെന്ന് അയൽവാസികൾ ഉണ്ടാക്കിയതൊക്കെ അവനാന്റെ മക്കൾക്ക് വിളമ്പിക്കൊടുക്കുന്നുണ്ട്. ആൺമക്കളൊക്കെ സൈഡിലുണ്ട്. മരിച്ചത് ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഉണ്ടാകും വീട്ടിന്റെ മുറ്റത്തൊരു കസേരയിൽ തോർത്തുമുണ്ട് തോളിലിട്ട് ഇടക്കിടക്കൊന്ന് കണ്ണീരും തുടച്ച് അവിടെ ഇരിക്കുന്നുണ്ടാകും. മക്കളെയും കൈ പിടിച്ച് സലാം പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് കിട്ടാനുള്ള ചായയും കുടിച്ച് പിന്നെ മൂലക്ക് ചെന്നിരുന്ന് ചർച്ച തുടങ്ങും. എന്ത്? മരിച്ചോന്റെ കബറിനെ പറ്റിയിട്ടല്ല, ഇന്നലെ പറഞ്ഞ രാഷ്ട്രീയക്കാരന്റെ നെറികേട്, കുടുംബത്തിലുണ്ടായ കഥകള്, ഒളിച്ചോട്ടം, സിനിമാ കഥകള്, നാട്ടിലെ കളീന്റെ കഥകള് കേട്ടിട്ടില്ലേ? മരിച്ച വീട്ടിൽ താറപ്പായന്റെ ചുവട്ടിലിരുന്നിട്ട് മരിച്ചോന്റെ കബറെങ്ങനെ എന്ന് ചിന്തിക്കാനല്ല കുടുംബക്കാർക്കും നാട്ടുകാർക്കും താല്പര്യം. നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. മരിച്ചോന്റെ കുടുംബത്തിലേക്ക് പിന്നെ 2-3 ദിവസം പോകുന്ന ആരാ മരിച്ചോന്റെ കബറ് ചിന്തിക്കാറുള്ളത്? മരിച്ചോൻ ഉപേക്ഷിച്ചു പോയ പെണ്ണിനെ ആശ്വസിപ്പിക്കാനും കുടുംബത്തിനെ പറ്റി ചിന്തിക്കാനും അതിനു നേരല്ലാത്തോൻ ആ പന്തലിന്റെ താഴെ ഇരുന്നിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ചിരിച്ച് കളിച്ച് എഴുന്നേറ്റ് പോകും. മൂന്നാമത്തെ വൈകുന്നേരം അസറിന് പിരിയലാന്നാ പറയാ. ആ പിരിയാൻ നേരത്ത് നാട്ടുകാരൊക്കെ വന്ന് ചായം കുടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാര് കരഞ്ഞു മതിയാവാത്ത ഭാര്യന്റെ അരികിൽ ചെന്നിട്ട് പറയും, സുലൈഖ, ഞങ്ങൾ വന്നിട്ടിപ്പോ 3 ദിവസമായോളെ, ഞങ്ങൾ പോവുക, വീടൊക്കെ അടച്ചിട്ടതാ, മക്കളെ മദ്രസയൊക്കെ മുടങ്ങിയതാ, സ്കൂളിലും പോയിട്ടില്ല, എത്രാന്ന് വെച്ചാ വെറുതെ ഇങ്ങനെ ഇവിടെ നിൽക്കുക, ഞങ്ങൾ ഇടക്കിടക്ക് വരാം. ഓരോ കുടുംബക്കാരും സലാം പറഞ്ഞ് പിരിയാൻ തുടങ്ങും. വാടകക്കെടുത്ത സാധനങ്ങൾ അയക്കാൻ വേണ്ടി നാട്ടുകാരൻ വരും. 5 താറപ്പായം വലിച്ചു മടക്കി കസേരയും കയറ്റി ഓന്റെ ഗുഡ്സ് വണ്ടി തിരിച്ചു പോകും. അതിനുള്ള പൈസ ഓൻ ആ കുടുംബത്തിലെ മക്കളോട് വാങ്ങും. അല്ലെ പള്ളി കമ്മിറ്റിന്റെ വകയാണെങ്കിൽ അത് തിരിച്ചുണ്ടോയി പള്ളിയിൽ വെക്കും. അടുത്തൊരു മയ്യത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് കെട്ടാൻ ആ താറപ്പായകൾ കാത്തിരിക്കും. മൂന്നാമത്തെ വൈകുന്നേരം കുടുംബം കാലിയാകുമ്പം പിന്നെ ആ വീട്ടില് ഭാര്യ, മക്കള് ഇവരെന്നെ ഉണ്ടാവും. ഒരാഴ്ചയോടും കഴിഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ചെയ്യും. ഓഫാക്കിയ പല സ്വിച്ചുകൾ ഓണാക്കും. പല സങ്കടങ്ങളും അവർ വീർപ്പുമുട്ടി മറക്കും. വാപ്പല്ലെങ്കിലും മക്കൾ പുറത്തേക്കിറങ്ങാൻ തുടങ്ങും. അയാളില്ലാതെ ഒരു രാത്രി പോലും എനിക്ക് പറ്റൂലാന്ന് ചിന്തിച്ച പിയ്യാപ്ല, അവളില്ലാതെ ചിന്തിച്ച പിയ്യാപ്ല സാധാരണ മനസ്സിലേക്കെത്തും. ഇനിയൊരു കൊല്ലം കൂടി കഴിഞ്ഞാലോ, പടച്ചോനെ നിങ്ങൾ ഇന്നെ കൊണ്ടോയില്ലല്ലോ, ഇന്നെ കൂടി പരിപ്പിക്കണേ റബ്ബേ എന്ന് മരിച്ച ഭർത്താവിന്റെ മുഖം നോക്കി കരഞ്ഞ ഭാര്യയും, ഓളില്ലാതെ എന്നെ കൊണ്ട് പറ്റൂലട്ടോ എന്ന് കണ്ണീരോടെ പറഞ്ഞ ഭർത്താവിനും അതേ ബെഡിൽ അതേ വീട്ടിൽ പുതിയൊരു ഭർത്താവും ഭാര്യ ഉണ്ടാകും. ഒരു കൊല്ലം തികയുന്നതിന്റെ ഇടക്ക്. അത്രയുള്ളൂ മനുഷ്യരെ ഞാനും നിങ്ങളൊക്കെ ദുനിയാവില്. ആ ദുനിയാവിൽ പടച്ചറബ് നീട്ടിത്തരുന്ന ആയുസിന്റെ ഫലം കൊണ്ട് മാത്രം ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ ഒരു യാത്ര കബറിലേക്ക് ഏത് സെക്കൻഡും ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പം അള്ളാഹുവിന്റെ മുൻപിൽ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ എന്തുണ്ട് നിങ്ങളെയും കയ്യിൽ? ഒരു നല്ല വിശ്വാസം, ഒരു നല്ല കുടുംബം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല സ്വഭാവം. ഇതിലേതിന്റെ ചോദ്യത്തിനാ അള്ളാഹിനോട് നമ്മൾ സമാധാനത്തോടെ മറുപടി പറയാ?